ദൈവം എന്തിനേക്കാളുപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു. ജ്ഞാനം 7:28. ദൈവം എന്തിനേയും കളുപരി സ്നേഹിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അത് നമുക്കറിയാം. നമ്മുടെ ഒരു ടീച്ചറാണെങ്കിൽ, ഒരു അധികാര തലത്തിലിരിക്കുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കീഴിലിരിക്കാൻ കുറച്ച് ആൾക്കാർ ഉണ്ടാകും, അല്ലേ? നമ്മുടെ അധികാര പരിധിയിൽ ഇരിക്കാൻ കുറച്ച് ആൾക്കാരുണ്ടാകും. അവരെല്ലാവരും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരുപോലെ കേൾക്കുന്നവരായിരിക്കില്ല, ശരിയല്ലേ? അവരെല്ലാവരും പല വിധത്തിലായിരിക്കാം പെരുമാറുക. ഈ ശ്രമം അനുസരിച്ച്, അവരുടെ പ്രതികരണം അനുസരിച്ച് അവരോടുള്ള താല്പര്യം കൂടിയും കുറഞ്ഞും ഇരിക്കും. ഇങ്ങനെ തന്നെ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ജ്ഞാനം 7:28. ദൈവത്തിന്റെ സ്നേഹത്തോട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവ് ആകുന്ന ആൾക്കാർ. ദൈവം ഒരാളെയും മാറ്റി നിർത്തുന്നില്ല. ദൈവം എല്ലാവരോടും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. ഈശോ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യും. ദൈവത്തിന്റെ സ്നേഹത്തിൽ വ്യത്യാസമില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം എല്ലാറ്റിനേക്കാൾ ഉപരി വിവേകളെ അന്വേഷിക്കുകയാണ്, വിവേകളുണ്ടോ എന്നറിയാൻ. അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 7:28 പറയുന്നത്. ദൈവം എന്തിനേക്കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നത്.